ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്നൊരു ഫുഡ് വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അബുദാബിയിലെ ഫുഡ് ലവേഴ്സ് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് സ്ഥലങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് കേട്ടോ. ഇതാണ് അബുദാബിയിലെ അൽഖയാം ബേക്കറി. ഇതിന് വേറെ പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഇവിടുന്നാണ് അബുദാബിയിലെ മിക്ക ബേക്കറിക്കും ഈ ബ്രെഡ് ഐറ്റംസും പിന്നെ ബേക്കറി ഐറ്റംസും എത്തുന്നത്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി ഇവിടുത്തെ ബക്ലാവ, പിന്നെ ബസ്ബോസ, അതേപോലെ ഈ അറബിക് ഡെസേർട്ട്സൊക്കെ ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി കേക്ക്സ് ആണെങ്കിലും ബ്രെഡ് ഐറ്റംസ് ആണെങ്കിലും ഒക്കെ നല്ല ഫ്രഷ് പ്രോഡക്റ്റ്സ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇപ്പോൾ അബുദാബിയിലെ സ്വീറ്റ് ലവേഴ്സൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഈ അൽഖയാം ബേക്കറിയിലെ ബേക്കറി ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അടുത്ത സ്ഥലം നല്ല മലബാർ ഡിഷസ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഇതും അബുദാബി മുസഫയിലാണുള്ളത്. ഇതാണ് ഇന്ത്യൻ ബേക്കറി. ഈ സ്ഥലങ്ങളിലൊക്കെ കൂടി നമ്മൾ ഒരു ദിവസം പോയി എടുത്തതാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അത് നമ്മൾ ഓരോ പ്രാവശ്യം പോകുമ്പോൾ എടുക്കുന്ന വീഡിയോസാണ്. പിന്നെ അതേപോലെ ഇത് നമ്മളിപ്പോൾ അടുത്തെടുത്തതും അല്ല, കുറച്ച് മുന്നേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ വല്ലാതെ പുറത്തിറങ്ങലൊന്നുമില്ല. കുറച്ച് മുന്നേ എടുത്ത വീഡിയോസാണ് കേട്ടോ ഇത്. ഈ ഇന്ത്യൻ ബേക്കറിയിൽ നമുക്ക് നമ്മുടെ നാരങ്ങ മിഠായി, പിന്നെ അതേപോലെ തേനിലാവ്, ഇംലി മിഠായി, അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തരുന്ന എല്ലാ മിഠായികളും അവിടെ ഉണ്ട് കേട്ടോ. നാട്ടിൽ നിന്ന് നമ്മൾ കഴിക്കുന്ന ഉണ്ണിയപ്പം, ഇറച്ചിപ്പത്തിരി, ഇലയട, അങ്ങനത്തെ എല്ലാ ഐറ്റംസും നല്ല ടേസ്റ്റുമാണ് കേട്ടോ അവിടെ. ഇതാണ് അവിടുത്തെ അരിയിലയട. ഇത് മോളെ മടിയിൽ വെച്ചിട്ടെടുത്ത വീഡിയോ ആയതുകൊണ്ട് വീഡിയോ കുറച്ച് ക്ലിയർ ആയിട്ട് കിട്ടിയില്ല കേട്ടോ. പലഹാരം ഇഷ്ടമുള്ളവർ എന്തായാലും ഇങ്ങോട്ട് വന്ന് നോക്കാം. ഇനി ഗ്രിൽ ഐറ്റംസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർക്ക് ഒരു സ്ഥലം പരിചയപ്പെടുത്തി തരാം. ഇതും അബുദാബി മുസഫയിലാണ്. അൽ കഷ്ക റെസ്റ്റോറൻറ്റ് ആൻഡ് ഗ്രിൽ. ഇവിടെ സ്റ്റാർട്ടറായിട്ട് ഒരു മട്ടൻ്റെ സൂപ്പ് കിട്ടും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ആ സൂപ്പിന്. നമ്മൾ കുറച്ച് പെപ്പറൊക്കെ ഒന്ന് ഇട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റുള്ള സൂപ്പാണ് കേട്ടോ അത്. പിന്നെ അവിടെ പോകുന്നവർ അവിടുത്തെ ചിക്കൻ പെപ്പർ ചാർക്കോൾ ട്രൈ ചെയ്യാൻ മറക്കരുത്. ഏറ്റവും ടേസ്റ്റ് നമുക്ക് അവിടുന്ന് കഴിച്ചതിൽ തോന്നിയിട്ടുള്ളത് അതാണ് കേട്ടോ. ഇതാണ് അബുദാബിയിലെ കഞ്ഞിക്കട. ഇത് ഫ്രഷ് പാലസ് റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്, പക്ഷേ അബുദാബിയിലെ കഞ്ഞിക്കട എന്നുള്ള പേരിലാണ് കേട്ടോ ഇത് ഫേമസ് ആയിട്ടുള്ളത്.
നല്ല നാടൻ കഞ്ഞിയും പയറും കുടിക്കണം എന്നുണ്ടെങ്കിൽ ഈ അബുദാബിയിലെ കഞ്ഞിക്കടയ്ക്ക് തന്നെ നമ്മൾ വരണം. സ്പെഷ്യൽ കഞ്ഞി നമുക്ക് അവിടെ കുടിക്കാൻ കിട്ടും കേട്ടോ. അതിൻ്റെ കൂടെ നല്ല സ്പെഷ്യലായിട്ടുള്ള സൈഡ് ഡിഷസും കിട്ടും. ഇതാ കണ്ടില്ലേ, കഞ്ഞിൻ്റെ കൂടെ നമുക്ക് സൈഡായിട്ട് കിട്ടിയതാണ് കേട്ടോ. നല്ല പയറ്, ചമ്മന്തി, കൊണ്ടാട്ടം മുളക്, അച്ചാറ്, പപ്പടം. അടുത്ത നല്ല ചൂട് പൊറോട്ടയും പിന്നെ മട്ടൻ ബ്രെയിൻ മസാലയും. എന്തായാലും അവിടെ പോകുന്നവർ ട്രൈ ചെയ്യണം. ഇനി ബിരിയാണി ലവേഴ്സിനുള്ളൊരു സ്ഥലം പരിചയപ്പെടുത്തി തരാം. ഇതാണ് കായൽ തട്ടുകട. ഭയങ്കര സെറ്റപ്പ് ഒന്നുമുള്ള ഒരു വലിയ റെസ്റ്റോറൻ്റ് ഒന്നും അല്ല കേട്ടോ. പക്ഷെ അവിടുത്തെ ബിരിയാണിയൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഞാനീ കാണിച്ച ബേക്കറിയൊക്കെ വലിയ സെറ്റപ്പ് ഒന്നും ഉള്ളതല്ല. പക്ഷെ അവിടുത്തെ ഫുഡ് ഐറ്റംസ് ഒന്നും ഒരു രക്ഷയില്ലാത്ത നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസൊക്കെ അവർ അവിടെ ചാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഒരു വീക്കെൻഡിലാണ് പോയത്. നല്ല റഷ് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് വല്ലാതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. ഇതേയും ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയുള്ള ബേക്കറി സാത്തർ ലവേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ബേക്കറിയാണ്. സാത്തർ നമുക്ക് ലൈവായിട്ട് നമ്മളെ മുന്നിൽ ഫ്രഷ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി തരുന്ന ഒരു സ്ഥലം. നമ്മൾ പറയുന്ന സാത്തർ നമുക്ക് അവരവിടെ നിന്ന് ഉണ്ടാക്കി തരും. ഇപ്പോൾ പൊട്ടാറ്റോ സാത്തർ ആണെങ്കിൽ പൊട്ടാറ്റോയും ചീസും പിന്നെ സോസേജൊക്കെ സ്റ്റഫ് ചെയ്തിട്ടുള്ള സാത്തർ അവരുണ്ടാക്കി തരും. ഇനി ചീസ് മാത്രമാണെങ്കിൽ അതുണ്ടാക്കി തരും. മിക്സ്ഡ് ആണെങ്കിൽ അത് നമുക്ക് റെഡിയാക്കി തരും. അവർ അവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുന്ന ചീസാണ് അവരത്, ക്രീം ചീസ്. അതുകൊണ്ട് തന്നെ ആ ചീസിന് നല്ല ടേസ്റ്റാണ്.
ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.